ടു സൈലം ബാങ്കിങ്. സോ വീണ്ടും ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മുഖം കാണുമ്പോഴറിയാം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ രേവതി മിസ് വരുന്നു അല്ലേ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വേറൊന്നുമില്ല, നമ്മൾ ഒരു ഷോർട്ട് നോട്ടീസ്, ഒരു ഷോർട്സ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിൻ്റെ തന്നെ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ 500 അസിസ്റ്റൻസിനെ റിക്രൂട്ട് ചെയ്യുന്ന അവരുടെ നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് അതിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് കേരളത്തിൽ എത്ര വേക്കൻസിയാണ് മലയാളം ലാംഗ്വേജിൽ കേരളത്തിൽ എത്ര വേക്കൻസിയാണ് വന്നു വെച്ചാൽ 40 വേക്കൻസിയാണ് ടോട്ടൽ കേരളത്തിലുള്ളത്. SC, ST, OBC, EWS ആൻഡ് ജനറൽ ഇങ്ങനെയാണ് വരുന്നത്. സോ 40 വേക്കൻസീസ് നിങ്ങൾക്കുണ്ട്. 40 വേക്കൻസീസ്, 500 റിക്രൂട്ട്മെന്റിൽ 40 വേക്കൻസീസ് ചെറിയ കാര്യമൊന്നുമല്ല. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണിത്. ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ 17-12, അതായത് ഡിസംബർ 17 തീയതി മുതൽ ജനുവരി 1 തീയതി വരെയാണ് നിങ്ങൾക്ക് ഡേറ്റ് ഉള്ളത്. അത് ലാസ്റ്റ് ഡേറ്റ് ജനുവരി 1 തീയതിയാണ്. അതിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ അതിൻ്റെ പേയ്മെന്റ് ചെയ്തിരിക്കണം. അതായത് നിങ്ങൾ ടെസ്റ്റ് വരുന്നത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ 1 വരുന്നത് പ്രിലിമിനറിയുടെ ഫസ്റ്റ് എക്സാം വരുന്നത് മൺഡേ ആണ്, 27 ജനുവരി 27 മൺഡേ ആണ്. മെയിൻസ് എക്സാമിനേഷൻ വരുന്നത് ഒരു ജാനുവരി ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ, അത്രയും ടൈമുണ്ട്, 3 മാസം സമയമുണ്ട്. മാർച്ച് 2 തീയതി സൺഡേ ആണ് നിങ്ങളുടെ മെയിൻസ് എക്സാമിനേഷൻ വരുന്നത്. ഓക്കെ, 7 ദിവസത്തിന് മുന്നേ നിങ്ങൾക്ക് കോൾ ഇട്ടോ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഓൺലൈൻ മോഡിൽ തന്നെ അപ്ലൈ ചെയ്യുക. ഓൺലൈൻ മോഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ഫോർ വേക്കൻസീസ് ഇൻ 1 സ്റ്റേറ്റ് ഓർ UT ഓൺലി. ഓക്കെ, ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു UTയിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ പറയുന്നുണ്ട് ഏജ്, മിനിമം ഏജ് 21 വയസ്സ്, മാക്സിമം 30 വയസ്സ്. അതായത് നിങ്ങൾ 1994 ഡിസംബർ മാസം 2 തീയതിക്ക് മുന്നേ ജനിച്ചവരോ 2003 ഡിസംബർ 1 തീയതിക്ക് ശേഷം ജനിച്ചവരോ ആവാനായിട്ട് പാടില്ല. പക്ഷെ അവിടെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. SC ST ആണെങ്കിൽ 5 വർഷം, OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ 3 വർഷം, PWBD ആണെങ്കിൽ 10 വർഷം, എക്സ് സർവീസോ ഡിസേബിൾഡ് എക്സ് സർവീസോ ആണെങ്കിൽ അവരുടെ ആക്ച്വൽ പീരീഡിന് പ്ലസ് 3 വർഷം, വിഡോ, ഡിവോഴ്സ്ഡ് വുമൻ, ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആയവർ, റീമാരി ചെയ്യാത്തവർ അവർക്ക് 5 വർഷം, എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഓഫ് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിക്ക് 5 വർഷം. ഇതാണ് ഏജ് റിലാക്സേഷൻസ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇവരെ മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു ഡിസിപ്ലിനാലും ഗ്രാജുവേറ്റ് ആയിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. മാത്രമല്ല നിങ്ങൾ 2024 ഡിസംബർ 1 തീയതിക്ക് മുന്നേ നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ, അത് നിങ്ങൾ ഗ്രാജുവേറ്റഡ് ആയിരിക്കണം, നിങ്ങളുടെ മാർക്ക് വന്നിട്ടുണ്ടാവണം, നിങ്ങൾ പാസ് ആയിട്ടുണ്ടാവണം, അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് അത് ഉണ്ടായിരിക്കണം. കാരണം അത് ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, അത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഓക്കെ, സോ അതിന് ക്വാളിഫൈഡ് അല്ല, ആ കാൻഡിഡേറ്റിന് ആ റീജിയണൽ ലാംഗ്വേജ് അറിയില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയിപ്പോവും. ഓക്കെ, സോ അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ, പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട് ഓൺലൈൻ. SC ST OBC കാൻഡിഡേറ്റ്സിന് ഓൺലൈൻ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് കിട്ടുന്നതായിരിക്കും. പിന്നെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് വരുമ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ ഓൺലൈൻ ആണ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. ഇംഗ്ലീഷ്, റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്. 30 ചോദ്യം 30 മാർക്ക്, 35 ചോദ്യം 35 മാർക്ക്, 35 ചോദ്യം 35 മാർക്ക്, മൊത്തത്തിൽ 100 ചോദ്യം 100 മാർക്കിനാണ്. 60 മിനിറ്റ് ഉണ്ട്. ഇനി കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു ക്വാളിഫൈ ഈച്ച് ടെസ്റ്റ് ബൈ സെക്യൂറിംഗ് പാസിംഗ് മാർക്സ് ടു ഡിസൈഡ് ബൈ ദ കമ്പനി. ഓക്കെ, കമ്പനി ഡിസൈഡ് ചെയ്യുന്ന പാസിംഗ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് മെയിൻസ് എക്സാമിനേഷൻ, അതും ഓൺലൈൻ ആണ്, ഒബ്ജക്റ്റീവ് ആണ്. 250 മാർക്ക്, 2 മണിക്കൂർ, 5 സെക്ഷൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യം 50 മാർക്ക് 30 മിനിറ്റ്, റീസണിംഗ് 40 ചോദ്യം 50 മാർക്ക് 30 മിനിറ്റ്, ന്യൂമറിക്കൽ എബിലിറ്റി 40 ചോദ്യം 50 മാർക്ക് 30 മിനിറ്റ്, കമ്പ്യൂട്ടർ 40 ചോദ്യം 50 മാർക്ക് 15 മിനിറ്റ്, ജനറൽ അവയർനെസ് 40 ചോദ്യം 50 മാർക്ക് 15 മിനിറ്റ്, 200 ചോദ്യം 250 മാർക്ക് 120 മിനിറ്റ് ഉണ്ട്. ഓക്കെ, അതായത് ഈച്ച് കാൻഡിഡേറ്റ് വിൽ ബി റിക്വയർഡ് ടു ഒബ്റ്റെയിൻ എ മിനിമം ടോട്ടൽ സ്കോർ ഉണ്ടാവണം മെയിൻസ് എക്സാമിനേഷന്. അങ്ങനെ ഓൺലൈൻ മെയിൻസ് എക്സാമിനേഷൻ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റിന് എന്ത് ചെയ്യും, അവർ വിളിക്കും. അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ മാർക്സ് ഒന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യത്തില്ല. അത് നിങ്ങൾ ക്വാളിഫൈഡ് നേച്ചർ മാത്രമാണ്, നിങ്ങൾ ക്വാളിഫൈഡ് ആണോ നോക്കാൻ വേണ്ടിയാണ് ആ ടെസ്റ്റ് വെക്കുന്നത്, അല്ലാതെ അവിടെ എക്സ്ട്രാ മാർക്ക് നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, ഫൈനൽ സെലക്ഷൻ ഈ ഓൺലൈൻ മെയിൻ എക്സാമിനേഷന്റെ ബേസിസിലായിരിക്കും. പ്ലസ് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ആവുന്നോ എന്നോട് നോക്കിയിട്ടായിരിക്കും ഫൈനൽ സെലക്ഷൻ നടക്കുന്നത്. മാത്രമല്ല, ഇൻ കേസ് ഓഫ് ഈക്വൽ മാർക്സ് സ്കോർഡ് ബൈ ദ ലാസ്റ്റ് 2 or more candidates in the merit list, the candidate senior most age will be short. അപ്പം നിങ്ങൾ അവസാനം 2 പേർക്ക് ഒരേ മാർക്ക് വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഏജ് വൈസ് സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കും എന്ത് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക, ആൾക്കാർക്കും ജോലി കിട്ടുക. ഓക്കെ, സോ റോങ് ആൻസേഴ്സിന് പെനാൽറ്റി ഉണ്ട്. പ്രിലിമിനായാലും മെയിൻസ് എക്സാമിനായാലും നെഗറ്റീവ് മാർക്ക് ഉണ്ട്, നമുക്ക് അറിയുന്നതാണ്.
അടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കോൾ ലെറ്റർ, നിങ്ങളുടെ സെഷൻ്റെ എക്സാമിനേഷൻ ഡേറ്റിന് മുന്നേ നിങ്ങൾ കോൾ ലെറ്റർ എടുത്ത് വെച്ചേക്കുക. ഫോട്ടോ ഐഡന്റിറ്റി പ്രൂഫ് ഉണ്ടാവുക. ഒരു ഫോട്ടോ കോപ്പി ഉണ്ടാവണം. അത് നിങ്ങളുടെ ഒറിജിനലും ഉണ്ടാവണം, അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി, നിങ്ങൾ ഏത് ഐഡന്റിറ്റി കാർഡാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എക്സാമിന് പോകുമ്പോൾ. ഓക്കെ, അത് നിങ്ങൾ മറക്കാനായിട്ട് പാടില്ല. കേരളത്തിൽ നമുക്ക് എവിടെയൊക്കെയാണ് എക്സാം സെന്റേഴ്സ് വരുന്നത് നോക്കാം. പ്രിലിംസിനാണെങ്കിൽ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം വരുന്നുണ്ട്. മെയിൻസ് എക്സാമിന് വരുമ്പോൾ എറണാകുളം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും എക്സാം സെൻറ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ്, നമ്മുടെ അപ്ലൈ ചെയ്യുന്നതിന് എത്ര രൂപയാണ് അടക്കേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം. SC, ST, PW, BD ആൻഡ് എക്സ് സർവീസിന് 100 രൂപയേ ഉള്ളൂ. അതേസമയം ഓൾ അതർ കാൻഡിഡേറ്റ്സ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റ്സ് അല്ലാതെ ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 850 രൂപ, 850 റുപ്പീസ് ആണ് വരുന്നത്. പിന്നെ റീഫണ്ട്, ദ വൺസ് പെയ്ഡ് വിൽ നൈദർ ബി റീഫണ്ടഡ് നോർ അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് ഫ്യൂച്ചർ റിക്രൂട്ട്മെന്റ് പ്രോസസ്. മനസ്സിലായല്ലോ, റീഫണ്ടബിൾ അല്ല. ഓക്കെ, സോ ഫീ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾ 1/1/2025 മുന്നിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ഇതിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം ഉള്ളൊരു ബേസിക് പേ ഉണ്ട്, മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്, മാത്രമല്ല നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട്, ലംസം ഡൊമിസിലറി മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണുള്ളത്, ട്രാവൽ സബ്സിഡി ഉണ്ട്, അങ്ങനെ ഒരുപാട് അലവൻസ് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പേ പാക്കേജ് ഉള്ള, അത്യാവശ്യം നല്ല ഒരു അലവൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒട്ടും വൈകിക്കാതെ ഇതിന് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, ജനുവരി 1-ാം തീയതിയാണ്. അതിനു മുന്നേ അപ്ലൈ ചെയ്ത്, നമ്മൾ ഓൾറെഡി ബാങ്ക് എക്സാമിന് പഠിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പരീക്ഷകൾ എഴുതുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പൊ 40 വേക്കൻസിയിലെയോ 40 വേക്കൻസിയോ ഉള്ളോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, 40 വേക്കൻസി ഉണ്ട്. സോ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ആ 40 വേക്കൻസിയിൽ ഒരാൾ നിങ്ങൾക്ക് ആവാനായിട്ട് സാധിക്കും. സോ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിച്ച ഈ എക്സാമും ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാ സഹായത്തിനും സൈലം ബാങ്കിങ് ഉണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മാത്രമല്ല സൈലം ബാങ്കിങ് കോഴ്സസ് പർച്ചേസ് ചെയ്ത് ഞങ്ങളുടെ കൂടെ പഠിച്ച് ജോലി വാങ്ങിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ട്. ഇപ്പൊ ക്രിസ്മസ് ഓഫർ നടക്കുന്ന സമയമാണ്, അത് ഡിസംബർ 21 മുതൽ 26-ാം തീയതി വരെ നിങ്ങൾക്ക് ക്രിസ്മസ് ഓഫർ ഉണ്ട്. നിങ്ങൾ ഏതൊരു കോഴ്സ് പർച്ചേസ് ചെയ്താലും എക്സ്മസ് 10 എന്നൊരു കൂപ്പൺ കോഡിലൂടെ നിങ്ങൾക്ക് 10% ഓഫർ കിട്ടുന്നതായിരിക്കും. അത് 2024 ഡിസംബർ 21 to 26 വരെ ഉള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ അത് കൊടുത്ത് ബാങ്കിങ് കോഴ്സ് പർച്ചേസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാ എക്സാമിനും ഒരേ സിലബസ് ആണ്, ഒരേ ടോപ്പിക്, ഒരേ ആൾക്കാരെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി പഠിച്ച് നമുക്ക് എക്സാം ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്.